മൗനത്തിന്റെ സംഗീതം. മീനാക്ഷിക്ക് ഒരു കാലത്ത് വർണ്ണാഭമായ സ്വപ്നങ്ങളുണ്ടായിരുന്നു. പാട്ടുകളായി പിറക്കുന്ന സ്വപ്നങ്ങൾ, കവിതകളായി വിരിയുന്ന ഹൃദയം. കയ്യിലൊരു പഴയ ഗിറ്റാരുമായി അവൾ പറയുമായിരുന്നു, എന്റെ ജീവിതം ഒരിക്കൽ ഒരു മനോഹരമായ പാട്ടായി മാറും. പക്ഷേ, ആ പാട്ട് ആരും കേൾക്കാത്ത നിശബ്ദമായ ഒരു തേങ്ങലായി മാറുമെന്ന് അവൾ കരുതിയിരുന്നില്ല. വിവാഹത്തോടെ തന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളക്കുമെന്ന് അവൾ വിശ്വസിച്ചു. ഭർത്താവിനായി അവൾ ഒരു കൊട്ടാരം പണിതു, കല്ലും മണ്ണും കൊണ്ടല്ല, സ്നേഹവും വിശ്വാസവും കൊണ്ട്. അതൊരു ചില്ലു കൊട്ടാരമായിരുന്നു, സുന്ദരം, എന്നാൽ അങ്ങേയറ്റം ദുർബലമായ ഒന്ന്. ഒരുനാൾ ഒരൊറ്റ വാക്കിന്റെ കല്ലേറിൽ ആ കൊട്ടാരം തകർന്നു വീണു. നീ ഇത്ര സ്വപ്നം കാണേണ്ടതില്ല. ആ നിമിഷം അവളുടെ ഗിറ്റാർ മൂലയിലേക്ക് തള്ളപ്പെട്ടു. കവിതകൾ വെറും കടലാസ ചുരുളുകളായി. കാലവും സാഹചര്യവും ചേർന്ന് അവളുടെ ഓരോ ആഗ്രഹങ്ങളെയും ചവിട്ടിമെതിച്ചു. പിന്നീട് മീനാക്ഷി ഒരു അമ്മ മാത്രമായി. മക്കൾക്കായി അവൾ ജീവിച്ചു, തന്റെ ഉള്ളിലെ കരച്ചിൽ ഒരു പുഞ്ചിരി കൊണ്ട് ഒളിപ്പിച്ചു. ഓരോ രാത്രിയും ആരും കേൾക്കാതെ അവൾ മനസ്സിൽ മാത്രം പാടിക്കൊണ്ടിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. മക്കൾ വളർന്നു, ലോകം മാറി. പക്ഷേ മീനാക്ഷിയുടെ ജീവിതം സന്തോഷം തൊടാത്ത ഒരു നിശ്ചലതയിൽ തങ്ങിനിന്നു. ഒരു ദിവസം, പഴയ പെട്ടി തുറന്ന മകൻ അതിനുള്ളിൽ പൊടിപിടിച്ച ആ പഴയ ഗിറ്റാരും പാതിവഴിയിൽ നിലച്ചുപോയ കവിതകളും കണ്ടെത്തി. ആദ്യമായി അവൻ തന്റെ അമ്മയെ ഒരു വ്യക്തിയായി കണ്ടു. അന്ന് രാത്രി അവൻ ചോദിച്ചു, അമ്മേ, ഒന്നു പാടാമോ? ആ ചോദ്യം വർഷങ്ങൾക്കിപ്പുറം അവളുടെ ഇരുണ്ട ഹൃദയത്തിൽ ഒരു വെളിച്ചമായി. വിറക്കുന്ന വിരലുകളാൽ അവൾ ഗിറ്റാറിൽ തൊട്ടു. തളർന്ന ശബ്ദമാണെങ്കിലും അവൾ പാടി, തന്റെ ജീവിതം, തന്റെ വേദന, താൻ കുഴിച്ചുമൂടിയ സ്വപ്നങ്ങൾ. എല്ലാം ആ പാട്ടിലൂടെ ഒഴുകി. വീട്ടിലെ ആ നീണ്ട മൗനം ആദ്യമായി ഒരു ശബ്ദമായി മാറി. ആരും കൈയിടിച്ചില്ല, പക്ഷേ അവിടെയുണ്ടായിരുന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു. തന്റെ അമ്മ ഒരിക്കലും തനിക്കായി ജീവിച്ചിരുന്നില്ലെന്നും, കുടുംബത്തിനായി സ്വയം മറന്നുപോയ ഒരാളായിരുന്നു അവളെന്നും മകൻ തിരിച്ചറിഞ്ഞു. സന്ദേശം: കുടുംബത്തിനായി ജീവിക്കുന്നത് മഹത്തരമാണ്, പക്ഷേ സ്വന്തം സ്വപ്നങ്ങളെ കൊന്നു ജീവിക്കുന്നത് ത്യാഗമല്ല, അതൊരു നിശബ്ദമായ മരണമാണ്. ഒരു അമ്മയുടെ ചിരിയില്ലാത്ത വീട്ടിൽ സന്തോഷം ഒരിക്കലും പൂർണ്ണമാകില്ല.